അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലായ്പ്പോഴും ഇന്ത്യക്കെതിരെ ഉപരോധം വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ താരിഫ് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ അതിനെ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഡൊണാൾഡ് ട്രംപിന് ഒരു കൃത്യമായ മറുപടി നൽകിയെന്ന് കേൾക്കുന്നു. എന്തായിരുന്നു അത്? അതായത് ഈ ഈ വാണിജ്യ കരാർ ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ നടക്കുകയാണല്ലോ. നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് 17 കൊല്ലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വാണിജ്യ കരാറാണ്, സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇപ്പോൾ ഒപ്പിട്ടത്. അപ്പോൾ ഡോവല് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ വാഷിങ്ടണിൽ ചെന്നിട്ട് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ഞങ്ങൾക്ക് ട്രംപിൻ്റെ ഈ കാലാവധിയിൽ ഒപ്പിടണമെന്നില്ല കരാറ്, അത് കഴിഞ്ഞ് വരുന്ന പ്രസിഡന്റിൻ്റെ കാലത്ത് ഞങ്ങൾ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞ് ട്രംപിനെ മെരുക്കി എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലൂംബെർഗ് ഈ ബിസിനസ് മാധ്യമമാണല്ലോ, ബിസിനസ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ മാധ്യമവും ആണ്. അപ്പോൾ ട്രംപ് പോകുന്നത് വരെ ഞങ്ങൾ കാത്തോളാം എന്ന് പറഞ്ഞിട്ടേ, എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഈ കരാറിൻ്റെ കാര്യത്തിൽ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇയാളുടെ ഈ അഴിഞ്ഞാട്ടത്തിനൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ വളരെ ടഫായിട്ട് നമ്മൾ അങ്ങോട്ടൊരു സന്ദേശം കൈമാറിയതിന് ശേഷം ആണ് ട്രംപ് സെപ്റ്റംബറിൽ തന്നെ ഈ ഡോവൽ സംസാരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം സെപ്റ്റംബറിൽ മോദിയെ ജന്മദിനാശംസകൾ നേരാൻ വിളിച്ചത് എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുറേ നാളത്തേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇല്ലായിരുന്നു. കാരണം ട്രംപ് ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് അയാളാണെന്ന് അവകാശപ്പെടുകയും ഇപ്പം തന്നെ അന്തസ്സില്ലായ്മയാണല്ലോ കാണിച്ചത്. കരാർ ഒപ്പിട്ടിട്ടല്ലേ 2 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ചെയ്യുക. കരാർ ഒപ്പിട്ടിട്ടും ഇല്ല, സംയുക്ത പ്രസ്താവനയൊന്നും ആയിട്ടില്ല. അത് നേരത്തെ കയറി അങ്ങ് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്, അതൊരു ഏതാണ്ടൊരു അവസാന രൂപമായ സമയത്ത്. അപ്പോൾ ഈ അങ്ങനെ ഡോവൽ ട്രംപിനെ മെരുക്കുകയായിരുന്നു എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ട്രംപും ട്രംപിൻ്റെ സഹായികളും ഇറങ്ങി വന്നു, ഇന്ത്യയുടെ നിലപാടുകളിലേക്ക് ഇറങ്ങി വന്നു. അതായത് ഡോവൽ മാർക്ക് റൂബിയോയോട് പറഞ്ഞ വാചകമായിട്ട് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇതാണ്: ഇന്ത്യ വുഡ് നോട്ട് ബി ബുള്ളീഡ് ബൈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഹിസ് ടോപ്പ് എയ്ഡ്സ് ആൻഡ് വുഡ് ബി വില്ലിംഗ് ടു വെയിറ്റ് ഔട്ട് ഹിസ് ടേം അയാളുടെ ടേം കഴിയുന്നത് വരെ, ഹാവിംഗ് ഫേസ്ഡ് അതർ ഹോസ്റ്റൈൽ അഡ്മിനിസ്ട്രേഷൻസ് ഇൻ ദ പാസ്റ്റ്. ഭൂതകാലത്ത് ഇയാളെക്കാൾ കഷ്ടമായ പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കാലാവധി കഴിയുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ഇന്ത്യ വുഡ് നോട്ട് ബി ബുള്ളീഡ് ബൈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇയാളുടെ ഈ അടിക്കൊന്നും ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല, അയാളുടെയും അയാളുടെ ചട്ടമ്പിമാരുടെ അടിക്ക് ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല. ഇങ്ങനെ പറഞ്ഞു എന്നാണ് ബ്ലൂംബെർഗ് എഴുതിയിരിക്കുന്നത്. കാരണം ട്രംപും കൂട്ടരും ഇന്ത്യക്കെതിരായി പരസ്യമായിട്ട് ഓരോന്നിങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മോദിക്കെതിരെയൊക്കെ ഇയാളുടെ വേട്ടപ്പട്ടികളെയൊക്കെ ട്രംപ് ഇറക്കുന്നുണ്ടായിരുന്നു, പല ആളുകളെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാളാണ് പീറ്റർ നവാറോ എന്ന് പറഞ്ഞിരുത്താൻ. പീറ്റർ നവാറോ ഈ യുക്രൈനിൽ നടക്കുന്നത് മോഡിയുടെ യുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. റഷ്യയുടെ എണ്ണ ഇന്ത്യ മേടിക്കുന്നു, അങ്ങനെ റഷ്യക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ പൈസയാണ് യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെന്ന് പീറ്റർ നവാരോയെ കൊണ്ട് പറയിച്ചിരുന്നു. ഇന്ത്യക്ക് അതിലെന്ത് കാര്യം? ആ സമയത്ത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് 2% എണ്ണയൊക്കെ മേടിച്ചിരുന്നുള്ളൂ നമ്മുടെ ഉപഭോഗത്തിന്റെ. യുദ്ധം തുടങ്ങിയപ്പോൾ അത് 40%-ഓളമായി യുക്രൈൻ. കാരണം യൂറോപ്പ് മേടിക്കാതായി. നമ്മൾ മേടിച്ചില്ലായിരുന്നെങ്കിൽ അത് യൂറോപ്പ് മേടിച്ചുകൊണ്ടിരുന്ന എണ്ണയാണല്ലോ. അപ്പോൾ റഷ്യ ആർക്കെങ്കിലും വെക്കുമായിരുന്നാണ്. നമ്മൾ മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ആ യുദ്ധത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മളൊരു കച്ചവടം ചെയ്യുന്നതല്ലേ. യുദ്ധകാലത്ത് ആളുകൾ ആയുധം വെക്കാറില്ലേ? പല രാജ്യങ്ങൾക്കും അമേരിക്ക വെക്കാറില്ലേ?
ഉണ്ടല്ലോ. അമേരിക്കയുടെ തന്ത്രം തന്നെ അതല്ലേ നമ്മുടെ 1971 കാലത്ത് അമേരിക്കയുടെ വിമാനങ്ങൾ ജോർദനിൽ നിന്ന് അമേരിക്ക ജോർദനോട് പറഞ്ഞു, നിക്സണും കിസിഞ്ചറുമാണ് അന്ന്, ജോർദനോട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ള F-16 വിമാനങ്ങളില്ലേ, നിങ്ങളത് തൽക്കാലത്തേക്ക് പാകിസ്ഥാന് കൊടുക്കുക, ഞങ്ങളത് റീപ്ലേസ് ചെയ്യാമെന്ന്. എന്ന് പറഞ്ഞാൽ ജോർദൻ വിമാനം കൊടുത്തു എന്നല്ലേ തോന്നുള്ളൂ, അമേരിക്ക കൊടുത്തു വരില്ല. ഇങ്ങനത്തെ തട്ടിപ്പ് പരിപാടികളൊക്കെ ചെയ്യുന്ന രാജ്യമാണ് ഈ അമേരിക്ക. മോദിയുടെ അടുത്ത് ഈ തട്ടിപ്പുകൾ ദോവലിൻ്റെ അടുത്ത് നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഈ പീറ്റർ നവാറോ ഒരു ചിത്രം ഈ എക്സിൽ പങ്കിട്ടിരുന്നു. മോദി കാവ്യ കൊടുത്തിട്ട് ധ്യാനിക്കുന്നു, ഒരു ചുമന്ന പൊട്ട് മോദിയുടെ നെറ്റിയിലുണ്ട്, ഭസ്മം മോദി വല്ലാതെ പൂശിയിട്ടുണ്ട്. ഇങ്ങനെ മോദിയെ താറടിക്കാനുള്ള ഒരു ചിത്രവും ഈ വേട്ടപ്പട്ടിയെ കൊണ്ട് പീറ്റർ നവാറോ കണ്ട് അയാൾ ഇടിയിച്ചിരുന്നു. ഈ ഞായറാഴ്ച ഈ ഞങ്ങൾ കരാറായി എന്ന് പറഞ്ഞതും അയാൾ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. 4 കൊല്ലത്തേക്കാണ് പ്രസിഡൻ്റായിട്ട് എടുക്കുന്നത്. 1 കൊല്ലം കഴിഞ്ഞില്ലേ, നമുക്ക് 3 കൊല്ലം കൂടി കാത്തിരിക്കാനായിട്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ടഫാണ് ഇക്കാര്യത്തിൽ എന്ന്. 2 ടേമിൽ കൂടിയ ടേം മാത്രമേ അമേരിക്കയിൽ ഒരാൾക്ക് പ്രസിഡൻ്റാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ട്രംപ് മത്സരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, വേറൊരാളാണ് വരിക. 3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് കരാറൊപ്പിട്ടാൽ മതി. നമ്മുടെ കച്ചവടം നന്നായിട്ട് വേറെ രാജ്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ടല്ലോ, യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒപ്പിടുകയും ചെയ്തു. ഇപ്പോൾ 2029 വരെ ഇയാളെ മറ്റേ ചുമക്കേണ്ട കാര്യം അമേരിക്കയ്ക്കുള്ളൂ, നമുക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഈ ബ്രിട്ടനുമായിട്ടൊരു സ്വതന്ത്ര വ്യാപാര കരാറിട്ടു, അതിനുശേഷം GCC രാജ്യത്ത് പോയി അവിടെ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറിട്ടു. അപ്പോൾ ഒമാനുമായിട്ട് ചെയ്തു. ഒമാനുമായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയനായിട്ട് ചെയ്തു. അതായത് അമേരിക്ക നമുക്കൊക്കെ ഉപരോധം ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പിണക്കാതെ ബദൽ മാർഗ്ഗങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുവന്നു. ഇത് സത്യത്തിൽ ട്രംപിനുള്ള ഒരു തിരിച്ചടി കൂടിയല്ലേ? ട്രംപിന് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ അൺപോപ്പുലറായി, അമേരിക്കയിലെ ആളുകൾക്ക് വേണ്ടതായി. നമ്മൾ തന്നെ 2 പ്രവിശ്യയിലെ സെനറ്റർമാർ ട്രംപിന് ഒരു കത്ത് എഴുതിയതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അവിടുത്തെ വ്യവസായികൾ, അവിടുത്തെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. ഇന്ത്യയുമായിട്ട് ഈ ഒരു കരാറും ഒപ്പുവെക്കാതെ ഈ ഉപരോധം പ്രഖ്യാപിച്ച് താരിഫ് പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ മറ്റേ നോർത്ത് ഡക്കോട്ടയിലെ ഒക്കെ മൊണ്ടാന 2 പ്രവിശ്യകളിൽ സെനറ്റർമാർ ഈ 2 പ്രവിശ്യകളുടെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. കാരണം മുമ്പ് വാങ്ങിച്ചതുപോലെ കാർഷികോൽപ്പന്നങ്ങളൊന്നും ഇന്ത്യ വാങ്ങിക്കുന്നില്ല. അവരോട് സോയാബീൻ മേടിക്കാൻ പറയണം, ഇവിടെ ഇതിപ്പോൾ കെട്ടിക്കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണ് ഇത് അമേരിക്കയാണ് വല്ലാതെ ബാധിച്ചത്. ഡോളറിൻ്റെ വില കഴിഞ്ഞൊരു ദശകത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് 2025 നേരിട്ടത്. ഡോളറിൻ്റെ വില 9% കുറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്ത്യയിലെ രൂപ ഇടിയുന്നുണ്ടായിരുന്നെങ്കിലും ആഗോള കറൻസിയുമായിട്ട് നോക്കുമ്പോൾ അമേരിക്കയുടെ ഡോളർ ഇടിയുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെയാണ് ഈ താരിഫ് കൂടുതൽ ചുമത്തുമ്പോൾ അവിടെയാണല്ലോ അത് കൊടുക്കുന്നത്. അവിടെ അമേരിക്കയിലെ കൺസ്യൂമേഴ്സിനെയും അവിടുത്തെ കച്ചവടക്കാരെയും അവിടുത്തെ ഫാക്ടറികളെയും കമ്പനികളെയൊക്കെയാണ് അത് ബാധിച്ചത്. നമ്മുടെ കച്ചവടം നിർബാധം, നമ്മുടെ കച്ചവടം കയറ്റുമതി ഒക്കെ അമേരിക്കയിലേക്കുള്ളതല്ല മറ്റ് രാജ്യങ്ങളിലേക്കുള്ളത് കൂടുകയാണ് ചെയ്തത്. ചൈനയുമായിട്ടും നമ്മളൊരു സാഹോദര്യത്തിൽ വന്നു. സത്യത്തിൽ ചൈനയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, കച്ചവട പങ്കാളി. ശത്രുതാപക്ഷത്ത് നിൽക്കുന്നതും ചൈനയല്ല. ശത്രുതയും ഈ സംഘർഷമൊക്കെ ഉണ്ടെങ്കിൽ ആ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 2 കൊല്ലം കച്ചവടത്തിനും ബാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് 720 ബില്യൺ ഡോളറിന്റെ കച്ചവടം നമ്മൾ ചൈനയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ അമേരിക്കയായിട്ട് പറഞ്ഞത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ വായിട്ടലച്ചത് ഈ 500 ബില്യൺ ഡോളറിന്റെ അല്ലേ? 720 ബില്യൺ ഡോളറാ ചൈനയായിട്ടുള്ള നമ്മുടെ കച്ചവടം. അപ്പോൾ ഈ വെറുതെ മാധ്യമങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ എതിരായിട്ട് അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ എതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. സർക്കാർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു പോകുന്നു. അതെ, മോദിയെ ട്രംപ് കച്ചവടം പഠിപ്പിക്കാൻ വരെ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.